അങ്ങോട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. അല്ല നിങ്ങളില്ലതുണ്ടോ? പുതിയൊരു ടീമാണെന്ന് തോന്നുന്ന വരുന്നത് കേട്ടോ. സന്തോഷിൻ്റെ വീട്ടിലേക്കുള്ള വരവാണെന്നാ തോന്നുന്നത്. എന്തോ കാര്യമുണ്ടല്ലോ. ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇത്രയും വലിയ ടീം വരുമോ? അണ്ണേ ചിന്തിച്ചു നോക്ക്. ഈ ഒന്നുമില്ലാത്തവൻ്റെ വീട്ടിൽ ഇത്രയും വലിയ ടീം പറഞ്ഞെങ്കിൽ അതിന് കാര്യമുണ്ടോ എന്ത്? എന്തായാലും ഒന്ന് അന്വേഷിക്കാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്നേരം ഡീൽ ചെയ്യണം. അതുമല്ലണ്ണ ചേച്ചി ചായ പിന്നെ എടുക്കാം, ഞങ്ങളിപ്പോൾ വരാം. എങ്കിൽ വേടാ, നമുക്ക് പോയിട്ട് നോക്കിയിട്ട് തന്നെ കാര്യം. സഹോദര, നിങ്ങളിത് എവിടെ നിന്ന് വരികയാണ്? ഏത് സ്ഥലത്തുനിന്ന് വരുന്നവരാ? മനസ്സിലായില്ല. ഞങ്ങളിവിടെ ചായ കുടിക്കാതെ പുതിയ മുഖം കണ്ട് അങ്ങനെ ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചാൽ. ഏത് വീട്ടിൽ പോകാൻ വന്നേ? എവിടെ പോകാൻ വന്നേ? പറഞ്ഞ ഞങ്ങൾ സഹായിക്കാം. ഞങ്ങൾ സന്തോഷിൻ്റെ വീട്ടിൽ വരെ പോകാൻ വന്നതാ. അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, ഒരു പെങ്കൊച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യന് വേണ്ടി ഒന്ന് ആലോചിച്ചായിരുന്നു. ഫോട്ടോയിൽ നല്ല കാണാൻ നല്ല സുന്ദരി ഒരു കൊച്ച്, നല്ല പഠിത്തമുണ്ട്. അപ്പോൾ അതിന് ഒന്ന് ആലോചിച്ചു. അപ്പോൾ പോയി ഒന്ന് കാണാമെന്ന് കരുതി എല്ലാവരും വന്നതാ. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. ശരി എന്നാ. അതാണ് ഹരി. ശരി ശരി. പോട്ടെ. ശരി. കേട്ടാ വല്ലതും? എൻ്റെ മോളെ പെണ്ണാലോചിക്കാൻ, അതും പാപ്പടിച്ച വീട്ടിലെ പെണ്ണ്. പക്ഷെ വന്ന് കയറിയിരിക്കുന്നത് നല്ല ഹൈ ലെവൽ പാർട്ടികളാണെന്നാ തോന്നുക കണ്ടിട്ട്. എന്താ വേണം ഇനി? അവനിനി നമ്മുടെ മുന്നിൽ എന്ത് കാണിക്ക് കൂട്ടാൻ പോകുന്നേ ഈ കല്യാണം നടന്നു കഴിഞ്ഞല്ലേ? പോട്ട് വരട്ടെ, നോക്കാം. വാ, നമുക്ക് ചായ കുടിക്കാം. എനിക്ക് ആ സന്തോഷിൻ്റെ കാര്യത്തിൽ അത്ര അങ്ങോട്ട് സൂചിച്ചിട്ടില്ല കേട്ടോ. അവൻ നമ്മളോട് പണ്ടൊന്ന് മുട്ടിയതല്ലേ, ഇതിനിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അന്ന് മുട്ടിയവൻ ഇനി മുട്ടുന്നത് ഏറ്റവും വലിയ മുട്ടലായിരിക്കും നമ്മുടെ അടുത്ത്. കാരണം ഇത്രയും വലിയ ടീം കൂടെ ആകുമ്പോൾ അത്ര സൂചിക്കുന്ന ഏർപ്പാടല്ല. അവർ പോയിട്ട് വരട്ടെ. നിനക്ക് പറയുന്നത് മനസ്സിലായി കാണുമല്ലോ, അത് തന്നെ കാര്യം. അണ്ണ എന്ത് പറയുന്നു അതിനൊപ്പം നിൽക്കും ഈ ഞാൻ, മനസ്സിലായല്ലോ. പിന്നെ അണ്ണൻ എന്ത് പറയാനും അതിനൊക്കെ ഞാനൊക്കെ. അണ്ണൻ എന്നെ അറിയാമല്ലോ, എൻ്റെ മനസ്സ്. അതുകൊണ്ട് അണ്ണൻ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. അവർ പോയിട്ട് വരട്ടെ കേട്ടോ. അതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെണ്ണ. അണ്ണ എന്താ അതിനെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? കാര്യങ്ങൾ ഞാൻ ഏറ്റെന്ന് എന്തായാലും കാര്യങ്ങളൊന്നും നീ ഏറ്റെടുക്കാതിരുന്നാൽ മതിയല്ലേ?